കാണാൻ വലിയ ശരീരമുണ്ടെന്നേയുള്ളൂ, അവനൊരു പാവമാണെന്ന് തടിയുള്ളവരെ ചൂണ്ടിക്കാട്ടി നാം പറയാറുണ്ട്. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാവുകയും ചെയ്യും. ഇക്കുറി ബിഗ് ബോസ് വീട്ടിലുമുണ്ട് അങ്ങനെയുള്ളവർ. ജിൻഡോ എന്ന മല്ലയ്യയും ആദ്യ ക്യാപ്റ്റനായ അർജുനുമൊക്കെ അത്തരത്തിലുള്ളവരാണ്. അധികം ബഹളക്കാരനൊന്നുമല്ലാത്ത അർജുൻ നന്നായി ഗെയിം കളിച്ച് മുന്നോട്ടു പോവുകയാണ്. എന്നാൽ താരത്തിൻ്റെ സ്വകാര്യ ജീവിതം നിറയെ വേദനകൾ നിറഞ്ഞതാണ്. അതെല്ലാം മറച്ചുവെച്ച് ഒരാഴ്ചയിലധികമായി ഹൗസിൽ നിൽക്കുന്ന അർജുൻ കോട്ടയംകാരനായ മോഡലായാണ് ബിഗ് ബോസിലേക്ക് എത്തിയത്. അച്ഛൻ ഗോപൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. അമ്മ വീട്ടമ്മയും. അർജുൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് അപ്പനും അമ്മയുമാണ്. മറ്റാരേക്കാളും അധികം അർജുൻ അവരെ സ്നേഹിക്കുവാൻ കാരണവുമുണ്ട്. കുട്ടിക്കാലത്ത് അർജുൻ തടിച്ച ശരീരപ്രകൃതിയുള്ള കുട്ടിയായിരുന്നു. സ്കൂളിലും നാട്ടിലും സ്ഥിരം മാവേലിയും സാന്റാക്ലോസും. കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ കളിയാക്കലുകളും പരിഹാസങ്ങളും ഏറ്റ് ആ കുഞ്ഞു മനസ്സ് ഏറെ വേദനിച്ചിരുന്നു. അതിനനുസരിച്ച് പൊക്കവും ഉണ്ടായിരുന്നതിനാൽ അത്ഭുതദ്വീപിലെ രാക്ഷസന്മാരായുമൊക്കെ സാമ്യപ്പെടുത്തിയായിരുന്നു കളിയാക്കൽ. കൂട്ടുകാർക്ക് മുന്നിൽ അതൊക്കെ കേട്ട് ചിരിച്ചു നിൽക്കുമെങ്കിലും വീട്ടിലെത്തുമ്പോഴായിരുന്നു തൻ്റെ സങ്കടം മുഴുവൻ കരഞ്ഞു തീർത്തിരുന്നത്. മകൻ്റെ സങ്കടം കണ്ട് സഹിക്കാനാകാതെ ഇരിക്കെയാണ് അപ്പനും അമ്മയും ചേർന്ന് 13-ാം വയസ്സിൽ അർജുനെ ജിമ്മിൽ ചേർത്തത്. അങ്ങനെ 10ാം ക്ലാസ് മുതൽ ബോഡി ബിൽഡിംഗ് ചെയ്തു തുടങ്ങി. 15-ാം വയസ്സിൽ മിസ്റ്റർ കോട്ടയമായി. ആ പ്രായത്തിൽ തന്നെ ബൈസെപ്സ് ഒക്കെ ബോഡി ബിൽഡ് ചെയ്ത് നേടാൻ അർജുന് കഴിഞ്ഞിരുന്നു. TV ഷോ കണ്ട് മോഡലിംഗ് ചെയ്യാനായിരുന്നു ആഗ്രഹം. ജൂനിയർ ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചു. +2 കഴിഞ്ഞപ്പോൾ BBAയ്ക്കാണ് ജോയിൻ ചെയ്തത്. അതിനിടെ മോഡലിംഗും പഠനവും കരിയറും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകവെയാണ് 19-ാം വയസ്സിൽ ആ രോഗം അർജുനെ ബാധിച്ചത്. ഹിരായാമ എന്ന ശരീരത്തിൻ്റെ വലതുഭാഗം ശോഷിക്കുന്ന അവസ്ഥയായിരുന്നു അത്. അങ്ങനെ ടിഷ്യൂ ഡാമേജായി. വലതുവശത്തെ കൈക്ക് ഗ്രിപ്പില്ല എന്നതായിരുന്നു അവസ്ഥ. ആ കൈ കൊണ്ട് കൂടുതലൊന്നും ചെയ്യാനാകില്ല. ഈ രോഗത്തിന് ചികിത്സയില്ല എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം. രോഗവിവരമറിഞ്ഞ് എന്തു ചെയ്യണമെന്നറിയാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു പിന്നീട്. ബൈക്ക് ഓടിക്കാനോ മോഡലിംഗ് ചെയ്യാനോ ജിമ്മിൽ പോകാനോ കഴിയില്ല. കൈവിറയ്ക്കുന്നത് കാരണം പരീക്ഷകൾ പോലും എഴുതാനായില്ല. പിന്നാലെ കണ്ണീരും സഹതാപവുമായി ബന്ധുക്കളുടെ ഒഴുക്കായിരുന്നു വീട്ടിലേക്ക്. ആ സമയത്ത് ചിരിക്കാനോ കരയാനോ പോലും കഴിഞ്ഞില്ല. ജീവിതം അവസാനിപ്പിച്ചാലോ എന്നുവരെ ചിന്തിച്ചു. ഈ രോഗം ബാധിച്ചവരുടെ ഫോട്ടോകളാണ് അർജുനെ ഭയപ്പെടുത്തിയ മറ്റൊരു കാര്യം. കുറച്ചുകാലം കഴിയുമ്പോൾ തൻ്റെ ഭാവി എങ്ങനെയാകുമെന്ന് അർജുന് ഇപ്പോഴും അറിയില്ല. എങ്കിലും ഫിസിയോതെറാപ്പി തുടങ്ങി ജിമ്മിൽ പോകാൻ തുടങ്ങി. ശരീരഭാരം കുറച്ചു. വർക്കൗട്ട് ചെയ്ത് മിസ്റ്റർ കേരളയായി. ശേഷമാണ് മോഡലിംഗ് ചെയ്തു തുടങ്ങിയത്. സാമ്പത്തികമായി ഒന്നും തന്നെ കിട്ടിയില്ലെങ്കിലും അതിനിടയിൽ HR ആയും ജോലി ചെയ്താണ് മുന്നോട്ട് പോയത്. ലുക്ക് വെച്ച് നോർത്ത് ഇന്ത്യൻ മോഡലിംഗ് അവസരങ്ങളാണ് അർജുനെ തേടിയെത്തിയത്. അതിനിടെയാണ് ജിമ്മിൽ വെച്ച് ഒരപകടവും സംഭവിച്ചത്. ശരീരത്തിൽ നിറയെ മുറിവുകൾ സംഭവിച്ചു. ആ ബെഡ് റെസ്റ്റ് സമയത്താണ് റീൽസുകൾ ചെയ്തത്. ട്രാൻസ്ഫർമേഷൻ വീഡിയോ ക്ലിക്കായതോടെ ബിഗ് ബോസിലേക്കും ഓഡീഷൻ ലഭിച്ചു. ഇന്ന് ബിഗ് ബോസ് മലയാളം 6ാം സീസണിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് 6 അടി 4 ഇഞ്ച് ഉയരക്കാരനായ അർജുൻ ശ്യാം ഗോപൻ. വീട്ടിലെ ആദ്യത്തെ ക്യാപ്റ്റനായി സ്ഥാനമുറപ്പിച്ച അർജുന് ബിഗ് ബോസ് ആരംഭിച്ച് 2 ആഴ്ചയോടടുക്കുമ്പോൾ തന്നെ വലിയ ആരാധക വൃന്ദത്തെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. സൈലൻ്റായി നിന്ന് മൈൻഡ് ഗെയിം കളിച്ച് ആരാധകരെ നേടാനും അർജുന് സാധിക്കുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.